വാർത്തകൾ വിശദമായി. മറ്റത്തൂരിലെ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കിയത് മുഖ്യപങ്ക് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണെന്ന ആരോപണവുമായി ഒരു വിഭാഗം വീണ്ടും രംഗത്ത്. മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കളാണ് വാർത്താസമ്മേളനത്തിൽ ജോസഫ് ടാജറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ പ്രതിഷേധം നടത്തിയതിന്റെ മറ്റൊരു പതിപ്പാണ് വാർത്താസമ്മേളനത്തിൽ കണ്ടത്. മറ്റത്തൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദുരഭിമാനം വെടിഞ്ഞ DCC പ്രസിഡന്റ് ശ്രമിച്ചിരുന്നെങ്കിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട പുതുക്കാട് മണ്ഡലം UDFന്റേതായി മാറുമായിരുന്നുവെന്ന് DCC സെക്രട്ടറിയും കൂടിയായ TM ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദുരഭിമാനം വെടിഞ്ഞ് DCC പ്രസിഡന്റ് ശ്രമിച്ചിരുന്നെങ്കിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട പുതുക്കാട് നിയോജകമണ്ഡലം UDFന്റേതായി മാറുമായിരുന്നു. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് സമ്പൂർണ്ണ പരാജയമെന്ന കാര്യത്തിൽ അല്പം ഒരു സംശയമില്ല. സമ്പത്ത് വാരി കൂട്ടുക എന്നതിനപ്പുറം DCC പ്രസിഡന്റിന് മറ്റൊരു അജണ്ടയുമില്ല. നോട്ട് എണ്ണുന്ന മെഷീൻ മാറ്റിവെച്ച് DCCയിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റൗണ്ടെങ്കിലും മണലൂരിൽ പോയിരുന്നെങ്കിൽ TN പ്രതാപൻ വിജയിക്കുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പരിപാടി മനഃപൂർവ്വം വെല്ലുവിളി ഒഴിവാക്കിയപ്പോൾ അവിടെയും കനത്ത പരാജയമുണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന അടാട്ട്, കൈപ്പറമ്പ്, തൊടൂർ പഞ്ചായത്തുകളിൽ ഒരു റിവ്യൂ മീറ്റിംഗിനെങ്കിലും DCC പ്രസിഡന്റ് പോയിരുന്നെങ്കിൽ വടക്കാഞ്ചേരിയിൽ ജയിക്കുമായിരുന്നു. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് സമ്പൂർണ്ണ പരാജയമാണ്. പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം പാർട്ടിയെ ഉപയോഗിക്കുന്ന DCC പ്രസിഡന്റിനെ എത്രയും വേഗം ഒഴിവാക്കി കോൺഗ്രസിനെ രക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസഫ്, വൈസ് പ്രസിഡന്റ് മിനിമോൾ, പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജോൺ വട്ടക്കാടി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.